നമസ്കാരം. ഫുട്ബോൾ വെറുമൊരു കളിയല്ല. ചിലപ്പോൾ അത് രാജ്യങ്ങളുടെ അഭിമാനവും ചരിത്രത്തിലെ മുറിവുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒന്നാണ് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള കളിയിലെ പക. വരാനിരിക്കുന്ന ബുധനാഴ്ച അറ്റ്ലാന്റയിലെ മൈതാനത്ത് ലോകകപ്പ് ഫൈനലിലേക്കുള്ള ഒരു ടിക്കറ്റിനായി ഇവർ നേർക്കുനേർ വരുമ്പോൾ അത് കേവലം ഒരു സെമി ഫൈനൽ മത്സരമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ആരാധകരുടെ നെഞ്ചിൽ നീറിപ്പുകയുന്ന കനലുകളുടെ പുനർജനിയാണ്. 21 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2005 ഒരു സൗഹൃദ മത്സരത്തിൽ ഇവർ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ മൈതാനത്തുണ്ടായിരുന്ന തലമുറ മാറിമറിഞ്ഞു. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഇതിഹാസമായ ലയണൽ മെസ്സി തൻ്റെ കരിയറിൽ ഇന്ന് വരെ ഇംഗ്ലണ്ടിനെതിരെ ഒരു അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ല എന്ന അത്ഭുതപ്പെടുത്തുന്ന സത്യം കൂടി നിലനിൽക്കെയാണ് ഈ മഹാപോരാട്ടം അരികിലെത്തിയിരിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ലോകകപ്പിൻ്റെ വേദിയിൽ നേർക്കുനേർ വന്നപ്പോഴൊക്കെയും കളിക്ക് പുറമെ നാടകീയതയും കണ്ണീരും പകയും നിറഞ്ഞ വികാരനിർഭരമായ നിമിഷങ്ങളാണ് പിറവിയെടുത്തത്. ഈ കടുത്ത ശത്രുതയുടെ ആദ്യ വിത്ത് പാകിയത് 1962 ലോകകപ്പിലായിരുന്നു. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ട് 1-3 ഗോളുകൾക്ക് അർജൻറ്റീനയെ പരാജയപ്പെടുത്തി. ബോബി ചാർട്ടനും ജിമ്മി ഗ്രീവ്സും അണിനിരന്ന ഇംഗ്ലണ്ട് പട അർജൻറ്റീനയുടെ ലോകകപ്പ് സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി അവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നാട്ടിലേക്ക് മടക്കി അയച്ചു. എന്നാൽ ഈ കളിയിലെ തോൽവി അർജൻറ്റീനക്കാരുടെ മനസ്സിൽ ഒരു കനലായി അവശേഷിച്ചു. എന്നാൽ കേവലം ഒരു കളി എന്നതിനും അപ്പുറം ഇതൊരു കടുത്ത വൈരാഗ്യമായി മാറിയത് 1966 ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ വെച്ച് നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലാണ്. അന്ന് വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ അർജൻറ്റീനയുടെ ക്യാപ്റ്റൻ ആൻ്റോണിയോ റാറ്റിൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കപ്പെട്ടത് വലിയ തർക്കങ്ങൾക്ക് കാരണമായി. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കളം വിടാൻ വിസമ്മതിച്ച റാറ്റിൻ എലിസബത്ത് രാജ്ഞിക്കായി നീക്കിവെച്ച ചുവന്ന പരവതാനിക്ക് സമീപമുള്ള കോർണർ ഫ്ലാഗ് ദേഷ്യത്തോടെ ചുരുട്ടിക്കൂട്ടി തൻ്റെ അമർഷം രേഖപ്പെടുത്തി. അന്ന് ഇംഗ്ലണ്ട് വിവാദപരമായൊരു ഗോളിൽ ജയിച്ചു കയറിയപ്പോൾ ഇംഗ്ലീഷ് പരിശീലകൻ ആൽഫ് റാംസെ അർജൻറ്റീനിയൻ കളിക്കാരെ മൃഗങ്ങൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും തൻ്റെ കളിക്കാരോട് ജേഴ്സി കൈമാറരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് അർജൻറ്റീനയുടെ ദേശീയ അഭിമാനത്തിനേറ്റ വലിയൊരു മുറിവായിരുന്നു. എന്നാൽ ഈ കളിയിലെ പക ഒരു യുദ്ധത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയത് 1986 മെക്സിക്കോ ലോകകപ്പിലാണ്. ഈ മത്സരത്തിന് 4 വർഷം മുൻപ് ഫോക്ലാൻഡ് ദ്വീപുകളുടെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ 900-ലധികം സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ യുദ്ധത്തിൽ അർജൻറ്റീനയ്ക്ക് ബ്രിട്ടന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. തങ്ങളുടെ രാജ്യത്തെ ജവാന്മാരുടെ ചോര ചിന്തിയ മണ്ണിൽ നിന്നേറ്റ ആഘാതവുമായി മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്ട്രക്ക മൈതാനത്തിറങ്ങിയ അർജൻറ്റീനയ്ക്ക് അത് വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടിയുള്ള പ്രതികാരമായിരുന്നു. അവിടെ വെച്ചാണ് ഡീഗോ മറഡോണ എന്ന മാന്ത്രികൻ ജനിക്കുന്നത്. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെ മറികടന്ന് കൈകൊണ്ട് വലയിലേക്ക് പന്തെത്തിച്ച് മറഡോണ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ദൈവത്തിൻ്റെ കൈ എന്ന ഗോൾ നേടി ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ പകുതിയോളം ഇംഗ്ലീഷ് കളിക്കാരെ കാറ്റുപോലെ വെട്ടിച്ച് മറഡോണ നേടിയ നൂറ്റാണ്ടിൻ്റെ ഗോൾ ഇംഗ്ലണ്ടിൻ്റെ ഹൃദയം തകർത്തു കളഞ്ഞു. അന്ന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ലോകകിരീടം ചൂടിയ ശേഷം മറഡോണ പലതവണ ആവർത്തിച്ചു പറഞ്ഞു ആ വിജയം ഫോക്ലാൻഡ് യുദ്ധത്തിൽ മരിച്ച തങ്ങളുടെ സഹോദരന്മാർക്കുള്ള സമർപ്പണമായിരുന്നുവെന്ന്. ഈ വൈകാരിക തീച്ചൂളയിലേക്ക് വീണ്ടും എണ്ണയൊഴിച്ച സംഭവമാണ് 1998 ഫ്രാൻസ് ലോകകപ്പിൽ അരങ്ങേറിയത്. പ്രീ ക്വാർട്ടർ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രിയപുത്രൻ ഡേവിഡ് ബെക്കാമിനെ അർജൻറ്റീനയുടെ ഡീഗോ സിമിയോണി ഫൗൾ ചെയ്തതിനെ തുടർന്ന് നിലത്ത് കിടന്ന ബെക്കാം സിമിയോണിയെ കാലുകൊണ്ട് തട്ടിയതിന് ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തു പോകേണ്ടി വന്നു. 10 പേരുമായി ഇംഗ്ലണ്ട് വീരോചിതമായി പോരാടിയെങ്കിലും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർക്ക് കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു. മത്സരശേഷം ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങളും ആരാധകരും ബെക്കാമിനെ ഒരു വില്ലനെ പോലെയാണ് ചിത്രീകരിച്ചത്. ഒരു വിഡ്ഢിച്ചെറുക്കം കാരണം 10 സിംഹങ്ങൾ തോറ്റുപോയി എന്നായിരുന്നു അന്ന് പത്രങ്ങളുടെ തലക്കെട്ടുകൾ പോലും. കടുത്ത അധിക്ഷേപങ്ങളും ഭീഷണികളും നേരിട്ട ബെക്കാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായിരുന്നു അത്. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം 2002 ലോകകപ്പിൽ ചരിത്രം ബെക്കാമിനായി കാത്തുവച്ചത് ഒരു കാവ്യനീതിയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണ്ടും ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ ഇംഗ്ലണ്ടിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി എടുക്കാൻ വന്നത് മറ്റാരുമായിരുന്നില്ല, ക്യാപ്റ്റൻ ജേഴ്സി അണിഞ്ഞ ഡേവിഡ് ബെക്കാമായിരുന്നു. അർജൻറ്റീനയുടെ ഗോൾ വല കുലുക്കിക്കൊണ്ട് ബെക്കാം വന്ന് നേടിയ ഒരൊറ്റ ഗോൾ ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിക്കുക മാത്രമല്ല, അർജൻറ്റീനയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ബെക്കാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ശാപമോക്ഷമായി മാറുകയും ചെയ്തു. അതിനുശേഷം നീണ്ട 24 വർഷങ്ങളായി
ഈ രണ്ട് ടീമുകളും ലോകകപ്പിൻ്റെ വേദിയിൽ പരസ്പരം പോരാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഈ ബുധനാഴ്ച പഴയ ചരിത്രത്തിലെ ചോരയും കണ്ണീരും പ്രതികാരവുമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയൊരു യുദ്ധത്തിനാണ് അറ്റ്ലാന്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ കളി ജയിക്കുന്നവർ ഫൈനലിലേക്ക് മുന്നേറുമ്പോൾ തോൽക്കുന്നവരുടെ കണ്ണീരിന് ചരിത്രത്തോളം തന്നെ ആഴമുണ്ടാകും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.